ഒരുപാട് പണിയെടുക്കാത്ത നമുക്കൊരു ചിക്കൻ കറി വെച്ചാൽ ഒരു 1/2 കിലോ ചിക്കനാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. ഇതെല്ലാം ഇട്ട് ഒരു ചതച്ചപ്പോഴത്തേന് പെരിഞ്ചീരകം ഇട്ടില്ലല്ലോ എന്നോർത്ത് അതും കൂടി ഇട്ട് നമുക്ക് ചതച്ചെടുക്കുക. അതിൻ്റെ കൂടെ ഈ വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് അങ്ങോട്ട് എല്ലാം കൂടി പേസ്റ്റാക്കി എടുത്തു. കുറച്ച് വെള്ളമോടെ നീട്ടി അങ്ങനെ അടുത്ത സവോള അരിച്ചിലാണ്. അത് നമുക്ക് കളയേണ്ട ഭാഗമെല്ലാം കളഞ്ഞിട്ട് നമുക്ക് വൃത്തിയായിട്ട് അങ്ങോട്ട് അരിഞ്ഞെടുക്കാം. തീരെ സ്പീഡില്ലാത്ത എൻ്റെ ആ വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്തപ്പോൾ നല്ല സ്പീഡിലാക്കി എടുത്തിട്ടുണ്ട്. അടിപൊളി, കാണാൻ നല്ല രസമാണ്. പക്ഷേ എൻ്റെ സ്പീഡ് ഞങ്ങളെ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ സ്പീഡ്. അപ്പോൾ നമ്മളങ്ങനെ എല്ലാം അരിഞ്ഞെടുക്കുക. അരിഞ്ഞെടുത്തതിന് ശേഷം നമ്മളിത് നമ്മുടെ മസാലപ്പൊടിയുടെ എടുത്ത് വെച്ചേക്കാം. 2.5 സ്പൂൺ മല്ലിപ്പൊടി, ആ കാണിക്കുന്ന സ്പൂണാണ്. അല്പം മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു സ്പൂൺ കാശ്മീരി, 1 സ്പൂൺ നല്ല മുളക്, പിന്നെ മീറ്റ് മസാല ഞാനിവിടെ എടുക്കുന്നത്. ചിക്കൻ മസാല ഉള്ളവർ അങ്ങനെ എടുക്കുക. 2 സ്പൂൺ അത് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇതെല്ലാം അരപ്പും എല്ലാം എടുത്ത് വെക്കാം. കറിവേപ്പില അത് കൂടുതലുള്ളവർ എടുത്ത് വെച്ചു. എൻ്റെ കയ്യിൽ ഇത്ര ഉള്ളായിരുന്നു. പിന്നെ നമ്മുടെ പാത്രം വെച്ച് കടുക് പൊട്ടിക്കാം. സവാള ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അതിന് വേണ്ട ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ അരപ്പിട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് ഇളക്കിയെടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് അതൊന്ന് അടച്ചു വെക്കാം, ഒന്ന് ചൂടായി വരട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ മസാലപ്പൊടി ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. മസാല ചൂടാക്കിയ മസാല വേണം ഇട്ട് കൊടുക്കാൻ. ഇല്ലെങ്കിൽ ഇതിൻ്റെ അകത്തിട്ട് നല്ലതായിട്ട് പച്ചമണം മാറുന്നിടം വരെ ഇളക്കി അതിന് ശേഷം ചിക്കൻ ഇട്ട് കൊടുക്കുക. പിന്നെ അരപ്പിൻ്റെ വെള്ളം കൂടി ഇട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കുക. അതിന് ശേഷം നമ്മുടെ ചിക്കനോട് ഇട്ട് കൊടുക്കാം കേട്ടോ. ചിക്കനോടെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ഇളക്കി നമുക്ക് കുറച്ചുകൂടെ വെള്ളം, ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും. ഈ വെള്ളം ആവശ്യമുള്ളവർ ഒരു 1/2 ഗ്ലാസ് വെള്ളത്തോടെ കൂടി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ബാക്കി കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇച്ചിരി ഏറെ ഇട്ടാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും കൂടിയൊക്കെ ഇട്ട് ഇളക്കി അടച്ച് വെക്കാം. അതിന് ശേഷം നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, ഒരു 5 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ. അങ്ങനെ ചിക്കൻ കറി റെഡിയായി. ഇനി അല്പം ഒരു പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാര ഇട്ടെന്നും പറഞ്ഞുകൊണ്ട് മധുരമൊന്നും ആകത്തില്ല കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇത്രയും പഞ്ചസാര ഇട്ടെന്നും പറഞ്ഞുകൊണ്ട് ഷുഗറൊന്നും വരത്തില്ല കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.